നമുക്ക് മെയിലിങ്സ് പഠിച്ചാലോ? അതിനായിട്ട് ആദ്യം വേഡ് ഓപ്പൺ, അതിൽ ബ്ലാങ്ക് ഡോക്യുമെൻറ്റിൽ മെയിലിങ്സ് അടിക്കേണ്ടത് ഫ്രം വയ്ക്കുക, അതിലടിക്കേണ്ട കാര്യങ്ങൾ അടിക്കുക, ടു വയ്ക്കുക, കുറച്ച് സ്പേസ് വിട്ടിട്ട് ഡിയർ, എന്നിട്ട് നമ്മൾ അതിലടിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അതിലടിക്കണം. ഡേറ്റ് വേണമെങ്കിൽ ഡേറ്റ് വയ്ക്കാം, ടൈം വയ്ക്കാം, എന്ത് വേണമെങ്കിലും വയ്ക്കാം. ഇനി നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് മെയിൽ മർജിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൽ ലെറ്റേഴ്സിൽ നെക്സ്റ്റ്, രണ്ടാമത്തെ യൂസ് ദ കറണ്ട് ഡോക്യുമെൻ്റ് നെക്സ്റ്റ്, ഇതിൽ വരുമ്പോഴത്തേക്ക് ടൈപ്പ് ചെയ്യുക ന്യൂ ലിസ്റ്റ് നെക്സ്റ്റ്, അഡ്രസ് ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ കസ്റ്റമൈസ് കോളം, ഇതിൽ ഇത്രയും ഉണ്ട്, ഇത് ഇത്രയും നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ ഡിലീറ്റ് എസ് കൊടുക്കുക. ഇത് ഫുൾ ഡിലീറ്റ് ആക്കാൻ ഡി വൈ കൊടുക്കുക. ഓരോന്ന് ആടിത്താക്കുക, നൈം കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അടുത്തതാണ് പ്ലേസ് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. അടുത്ത ആഡ് ചെയ്യണത് ഫോൺ നമ്പർ വേണമെങ്കിൽ നമ്പർ കൊടുക്കുക, ഓക്കെ കൊടുത്ത് ഇനി നമ്മൾ ഇതിലും ഓക്കെ കൊടുക്കുക. അപ്പം നമ്മൾ അടിക്കേണ്ടത് വന്നു. ഇനി നമുക്ക് നൈം അടിച്ചു കൊടുക്കാം. ടാബ് അടിച്ച് വേണം ചെയ്യാൻ. പ്ലേസ് നമുക്ക് കല്ലറ വയ്ക്കാം, നമ്പർ ടാബ് അടിക്കാം, പേര് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഒരു ഫയൽ നെയിം കൊടുത്ത് സേവ് ആക്കാൻ പറയും. അപ്പോൾ നമ്മളവിടെ എന്തെങ്കിലും ഒന്ന് സേവ് ആക്കിയാൽ മതി. ഞാനിങ്ങനെ ഇപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ് സേവ് ആക്കി. അപ്പോൾ നമ്മൾ കൊടുത്ത പേരുകൾ ഇവിടെ വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് മാർജ് ഫീൽഡിലെ നൈം കീബോർഡിൽ എൻ്റർ കൊടുക്കണം. അടുത്തത് പ്ലേസ് കീബോർഡിൽ എൻ്റർ കൊടുക്കണം. അടുത്തത് ഇത് നമ്പർ എൻ്റർ കൊടുക്കണം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിനിഷ് മെർജ് ഫീൽഡിൽ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റിൽ അതിൽ ഓൾ ഓക്കെ. ഞാൻ 3 പേർക്കല്ലേ അയച്ചോളൂ, കണ്ട പേര് വന്ന കണ്ട, സ്ക്രോൾ ചെയ്ത് നോക്കാം.